സാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ AK സെൻറ്ററിൽ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവർ വീട് തോറും കയറി ഇറങ്ങി ജനങ്ങളെ ബോധിപ്പിക്കും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള യഥാർത്ഥ സ്ഥിതി എന്തെന്ന്. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച പോലെ നമ്മുടെ വീടിൻ്റെ കതകിൽ തട്ടുന്നത് ഇനി പോലീസുകാരാണോ എന്ന് നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ, കാര്യം പിണറായിയുടെ പോലീസ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെക്കാളും ഭീകരമായ രീതിയിൽ നമ്മളൊക്കെ ഉൾപ്പെടെയുള്ളവരെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ വന്ന് കൊട്ടുമ്പോൾ, ഇപ്പോൾ വീട് തുറന്ന് ഇറങ്ങി വരുമ്പോൾ ഇവർ ഈ വീട്ടുകാരുടെ ചോദ്യത്തിന്, കാരണം സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് സാധൂകരിക്കാൻ പോകുമ്പോൾ, എങ്കിൽ പിന്നെ ഈ സ്വർണം എവിടെ? ശബരിമല അയ്യപ്പൻ്റെ സ്വർണം എവിടെ? സാർ, ഇവർക്ക് ആൻസർ പറയാൻ പറ്റും? ഇവർ CPM വെട്ടിലാകാൻ പോകുന്നത് ശബരിമല വിഷയം കൈകാര്യം ചെയ്ത് ആദ്യം തൊട്ട് ഇവർക്ക് പാളിച്ച പറ്റി. പത്മകുമാറിനെ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ പറ്റിയ പാളിച്ചാണ്. CPI-ക്കാരൊക്കെ സമ്മതിക്കുന്നുണ്ട്, CPM ഒഴിച്ച് ബാക്കി എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പത്മകുമാറിനെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടായിരുന്നു, നടപടി എടുക്കേണ്ടായിരുന്നുണ്ട്. ഇനി ഇവർ വിശദീകരിക്കാൻ പോകുന്നത് വീടുകളിൽ ചെല്ലുകയാണ്. വീടുകളിൽ ചെന്ന് പറയുന്നത്, ഈ ശബരിമല ഞങ്ങൾ 2-3 ദിവസം കൂടെ നമ്മൾ വാസുവിനെയും പത്മകുമാറിനെയും വിജയകുമാറിനെയും ശങ്കരദാസിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നു. ഞങ്ങൾ സ്ട്രിക്റ്റ് നടപടി എടുക്കുകയാണ്. 400 ഗ്രാം സ്വർണം ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു. ഇങ്ങനെ മുരാരി പിടിച്ചിരിക്കുന്നു, ഗോവർദ്ധനെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ പല പേരുകളൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കും. ഈ പറ്റിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാർന്നോരോ ചോദിക്കുക, ഒരു വീട്ടിലെ കാർന്നോർ ചോദിക്കുക, സഖാവേ ഈ സാധനമെല്ലാം നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് നോക്കുന്നുണ്ട്, പിണറായി വിജയൻ ഈ സ്വർണ്ണത്തിൻ്റെ അംശം പോലും എടുത്തിട്ടില്ല, മറ്റാരെങ്കിലും എടുത്തൊന്നും അറിയത്തുമില്ല, പക്ഷെ ഒരു വിവരം ഒന്ന് പറയാമോ, ഈ സ്വർണം ഇപ്പോൾ എവിടെയുണ്ട്? അതെ, ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക്, ഈ സ്വർണം കിട്ടിയോ, കണ്ടെത്താൻ പറ്റുമോ, അത് നഷ്ടപ്പെട്ടോ, ശാശ്വതമായി നഷ്ടപ്പെട്ടോ? ഇത് പറയാൻ അണികൾക്ക് പറ്റുന്നില്ലെങ്കിൽ, CPM-ൻ്റെ അണികൾ തല്ലി മേടിക്കാതെ പോന്നാൽ, ഇത് വിശദീകരിക്കാൻ അടി മേടിക്കാതെ പോന്നാൽ ഭാഗ്യം. ആ അടിയെ തടയാനുള്ള എന്ത് മെഷീനറിയാണ് ഇവർക്കുള്ളത്? ശാരീരികമായിട്ടല്ല, അത് ആ ന്യായത്തെ പ്രതിരോധിക്കാൻ, എവിടെ സ്വർണം എന്നുള്ള സാറ് ചോദിച്ചാൽ എവിടെ സ്വർണം എന്നുള്ള ആ ന്യായത്തെ പ്രതിരോധിക്കാൻ ഇവർക്ക് എന്ത് മറുപടിയുള്ളത്? അതിന് മറുപടി പറയാത്തിടത്തോളം കാലം ഇവരുടെ അന്വേഷണങ്ങൾ, ഇവരുടെ വിശദീകരണങ്ങൾ, പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ വീടുകൾക്ക് വിശദീകരിച്ച നേരത്തെ ശബരിമല അനാചാരമൊക്കെ ആ അനുഭവം ഇവർക്കുണ്ട്. അതെ, പാർലമെൻറ്റ് ഇലക്ഷൻ മുമ്പ് എല്ലാ തോൽവിക്ക് ശേഷം വിശദീകരിച്ചു. ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി വീണ്ടും അതേ കാര്യത്തിന് വേറൊരു അർത്ഥത്തിൽ വിശദീകരിക്കാൻ പോകുന്നു. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജനത്തിനൊരു സംശയം എന്ന് പറയുന്നത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി പിണറായി വിജയൻ്റെ ഓഫീസിന് ബന്ധമുണ്ട് എന്ന് മറ്റാരുമല്ല പറഞ്ഞിട്ട് പോയത്. നമ്മുടെ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ നരേന്ദ്രമോദി തന്നെയാണ് പറഞ്ഞിട്ട് പോയത്. ഈ നരേന്ദ്രമോദി പറഞ്ഞിട്ട് പോകുമ്പോൾ ഈ സ്വർണം കള്ളക്കടത്താണോ ഇല്ലയോ? പിണറായി വിജയൻ്റെ ഭാര്യ ഗിഫ്റ്റായിട്ട് സൗദിയിലെ രാജാവിനോ ഷെയ്ക്കിനോ UAE ഷെയ്ക്കിനോ മറ്റോ സ്വർണം കൊടുത്തു എന്നും പറയുന്നുണ്ട്. ആ സ്വർണ്ണം ഏതാ? എവിടെ നിന്നാണ് മേടിച്ചത് ഗിഫ്റ്റ്? എന്തുമാത്രം സ്വർണ്ണം ഉണ്ടായിരുന്നു? ഇതൊക്കെ ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ ഒത്തിരി ദുരൂഹതകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ശബരിമല കേസ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വാർത്ത പോലും കാണുന്നില്ല, കീഴടങ്ങിനാണ് പറയുന്നത്, പിടിച്ചെന്നല്ല പറയുന്നത്. അല്ല സാർ, ഇത്രയും ഭരണവിരുദ്ധ വികാരവും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ എന്ത് പറഞ്ഞുകൊണ്ട് വീടുകളിൽ കയറി ഇറങ്ങും? ഒരു സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ? ഇവരുടെ മുഖ്യമന്ത്രിയുടെ പത്രാസിലെ യാത്രയെക്കുറിച്ച് ചോദിച്ചാൽ അവരെന്ത് മറുപടി പറയും? ആശാവർക്കർമാരെ സമരം കൊണ്ടുപോയി ഇത്രയിട്ട് കഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ചോദിച്ചാൽ അവരെന്ത് പറയും? ജനം മറന്നു എന്ന് ഇവർ കരുതുന്നുണ്ടോ? അല്ല, ഇവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനവർക്കില്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പോൾ അനിൽകുമാർ എന്ന് പറയുന്ന ആൾ, CPI-യുടെ സഖാവ്, ചർച്ചയ്ക്ക് വരുന്ന അഡ്വക്കേറ്റ് അനിൽകുമാറുണ്ട്, ചാനൽ ചർച്ചകൾ വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കാണിക്കുന്ന വെപ്രാളം അല്ലെ ഗോഷ്ഠികൾ എന്തൊക്കെയാണ്? കാരണം വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശദീകരിക്കാനായിരുന്നു അനിൽകുമാറിൻ്റെ കുഴപ്പമല്ല. വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശദീകരിക്കാൻ അനിൽകുമാറിനെ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ പറയുക മാത്രമേ. നമ്മളൊക്കെ എന്ത് മണ്ടന്മാരാ? അങ്ങനെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അല്ല എന്ന് കഴിഞ്ഞ ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി. ഒരു രാഷ്ട്രീയവും നോക്കാതെ ആൻറ്റി പിണറായിസത്തിന് കിട്ടിയ വോട്ടാണ്. കോൺഗ്രസിന് അല്ലാണ്ട് ഇവരുടെ നേതാക്കന്മാരെ സപ്പോർട്ട് കിട്ടിയ വോട്ടല്ല. അത് കോൺഗ്രസ്സുകാരും ധരിക്കണ്ട, കാര്യമായിട്ട് കഷ്ടപ്പെട്ടിട്ടില്ല. തീർച്ചയായും. പക്ഷേ 10 ദിവസം പോലെ ഒരു സമരം കൊണ്ടുപോയിട്ടില്ല. ആ ഇപ്പോൾ ശബരിമല തന്നെ ഇവർക്ക് സമരം ചെയ്യാനുള്ള വലിയ ഇഷ്യൂ. അതെ, അത് നേരത്തെ ചെയ്യാത്ത എന്നറിയോ? അതെ, ഒരു മാസത്തോളം ആ ഊർജ്ജം നിലനിർത്തണ്ടേ? അത് പറ്റാത്തതുകൊണ്ട് ഇലക്ഷൻ അടുക്കുന്ന സമയത്തിന് മുമ്പ് നൃത്തത്തെ കീഴിൽ ഒരു മാസം സമരം. അതിൽ ഏർപ്പെടുന്ന BJP സമരം ചെയ്യുന്നില്ല. അതെ, ഈ പ്രതി കീഴടങ്ങാനുള്ള അവസരം ആരുണ്ടാക്കി കൊടുത്തു? അല്ല, ഇവിടെ ഒരു സമര പാരമ്പര്യം എന്താ ഇത്രയും നാളെ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്രക്ഷോഭം നടത്താത്ത? BJP-ക്കുണ്ട് പ്രശ്നം. പേരിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും, ഇവരുടെ അണികൾക്കൊക്കെ ഇതിനൊന്നും നേരമില്ല. കാര്യം ജനം പഴയതുപോലെ അല്ല.
ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ആ ഒരു ഹിന്ദു ടീച്ചർ, ഒരു ഹിന്ദു എന്നാ ജയശ്രീ, ദേവസ്വം ബോർഡ് സെക്രട്ടറി സെക്രട്ടറി, ജയശ്രീക്ക് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സൗകര്യം അറസ്റ്റ് ചെയ്യാൻ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നിട്ടും ജയശ്രീക്ക് ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുക്കാൻ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരം ആരാണ് ഉണ്ടാക്കി കൊടുത്തതെന്ന് ആലോചിക്കണം. ഇപ്പോൾ വിജയകുമാർ വന്ന് കീഴടങ്ങിനാണ് പറയുന്നത്. വിജയകുമാർ ജാമ്യത്തിൻ്റെ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ കീഴടങ്ങുക. എന്തിനാണ് കീഴടങ്ങുന്നത്? ചിലപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ കിടക്കേണ്ടി വരും. ഇപ്പം മാന്യമായിട്ട് പറഞ്ഞു ഞാൻ കീഴടങ്ങിയെന്ന് പറയാം. മാത്രമല്ല മാനസിക സമ്മർദ്ദം സഹിക്കാതെ ജാമ്യത്തിന് അപേക്ഷ കൊടുത്ത് ഏതാനും ദിവസം കാത്തിരുന്നാൽ മതി, അതുവരെ നിൽക്കാനുള്ള മാനസിക സമ്മർദ്ദ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. മാനസിക സമ്മർദ്ദം സഹിക്കാൻ പറ്റാതെ വന്നിട്ടാണ് കീഴടങ്ങുന്നത്. സാർ, അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് വിജയകുമാറിലേക്ക് പോകണ്ട. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ചെന്ന് നോക്ക് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഇവർ വിചാരിക്കുന്ന ഇവരുടെ കോളനോസ് ചിരിയിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഇവർ എല്ലാ വീടുകളിലും പോകുമെന്ന് പറയുന്നു. കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ, BJP-കാരുടെ വീട്ടിൽ, അവരുടെ പാർട്ടിക്കാരുടെ വീട്ടിലൊക്കെ പോകുമെന്ന് പറയുന്നു. ജനം എവിടെയാണ് ജീവിക്കുന്നതെന്നാണ് ഇവർ കരുതുന്നത്? ജനം എന്താണ്? ജനത്തെക്കുറിച്ച് ഇവരുടെ ധാരണ എന്താ? ഞാൻ താങ്കളോട് ഇവർ 10 വീട്ടിൽ ചെന്ന് കയറിയ ജനം എല്ലാം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കളോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. വിശദീകരിക്കാൻ പോകുന്നവൻ നേരെ മറിച്ചാ പറഞ്ഞിട്ട് പോരുന്നെങ്കിലോ? മറിച്ച് പറഞ്ഞിട്ട് പോയി. അങ്ങനെ പറ്റിയിട്ട് വോട്ടർ പോയില്ലേ എല്ലായിടത്തും? അങ്ങനെ പോയിക്കാനാണ് അവർ പോകുന്നത്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വിഭാഗം പോയിക്കാൻ തന്നെയുള്ളവർ കാണുമെന്ന് വിചാരിച്ചു. ശരി, അങ്ങനെ പോട്ടെ. അങ്ങനെ പോകണമെങ്കിൽ തന്നെ ചെന്ന് കഥകിൽ തട്ടി അവരുടെ മുഖത്ത് നോക്കാനുള്ള ഒരു ത്രാണി പോലും അല്ലെങ്കിൽ ഇവർക്ക് വീട്ടുകാരെ കാണാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. സാർ, കൈ കൂപ്പിക്കൊണ്ട് പറയാം ഞങ്ങൾ പറ്റിപ്പോയി, പറ്റിപ്പോയി, ഒന്നും ചോദിക്കാതെ തന്നെ ക്ഷമിക്കണം. ചില സിനിമകളിൽ ചില ഹാസ്യ കഥാപാത്രങ്ങൾ ആമച്ചിമാരും വീഴും. അല്ല, മറ്റേ പട്ടാളക്കാരന്റെ മുമ്പിൽ ജഗതി വീഴുന്ന എന്നെ രക്ഷിക്കണം അല്ലേ? ജനത്തിന്റെ മുന്നിൽ പിണറായിക്ക് ഇനി പറയേണ്ടി വരും. ഇവർ ന്യായീകരിക്കാനായിരിക്കില്ല പോകുന്നത്, കാല് പിടിക്കാനായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സാർ, അങ്ങനെ കാല് പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടെ ഈ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ. പക്ഷേ 10 കൊല്ലം കൊണ്ട് ഉദ്യോഗസ്ഥരെ നിലക്കിരുത്താൻ കഴിയാത്തൊരു സർക്കാരാണ്. IPS-കാരന്മാർ IAS-കാർ തമ്മിലടി, IPS-കാർ തമ്മിലടിക്കുമ്പോഴല്ലേ അതിൻ്റെ അകത്ത് നിന്ന് ചോര കുടിക്കാൻ പിണറായിക്ക് പറ്റുള്ളൂ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നാൽ ഒരുത്തനെ പിടിച്ചകത്തിട്ട്, ശിവശങ്കരെ പിടിച്ചകത്തിട്ട് ഇവർക്ക് വല്ല സങ്കടമുണ്ടോ? അപ്പോൾ അയാളെ ജയിലിൽ കിടക്കുക. ഈ പാവം ഇവർ വീടുകളിൽ ചെന്നാൽ ഇവർ ചിരിച്ചു കാണിച്ചാൽ എല്ലാം തീരാവുന്നതേ ഉള്ളൂ എന്ന് ഇവർ ധരിക്കുന്നെങ്കിൽ അല്ല. അതിൻ്റെ കാരണം ഇന്നലെ നമ്മുടെ വീട്ടിൽ കിറ്റ് കൊണ്ടുത്തരാൻ വന്നവനോ പെൻഷൻ കൊണ്ടുത്തരാൻ വന്ന സർവീസ് ബാങ്കിലെ ഉദ്യോഗസ്ഥർ. സാർ, ഒന്നുകൂടി ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ പറ്റുമോ? ഈ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇവരുടെ ഭരണത്തിലെ ഇതാണെന്ന് അവർ പറയുന്നു. 1000 രൂപ വെച്ച് വീട്ടിയിരിക്കുന്നു, എന്നിട്ടും കാശില്ലാന്നും പറയുന്നു. കടമാണ് എവിടെ നിന്നാ പിന്നെ കൊടുക്കും? അല്ലേ? അപ്പോൾ ഇതെല്ലാമാണോ ഇവരിനി പറയാൻ? അതിനൊക്കെ അവനൊന്നും അവർക്ക് വിശദീകരണം. എല്ലാ സമയത്തും കാശില്ല എന്ന് പറയും. പിന്നെ എങ്ങനെയാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്? അതെ, കഴിഞ്ഞ തവണ കിറ്റ് ആയിരുന്നെങ്കിൽ ഇത്തവണ 1000 രൂപ വീട്ടിയിരിക്കുന്നവർക്ക് കൊടുക്കുന്ന അത് ഇനി കുറച്ചുകൂടിയൊക്കെ വേറെ ഇന്നും വന്നിട്ടുണ്ട്, വാർത്തകൾ വരുന്നുണ്ട്. 2 ദിവസം ഏതായാലും സമയക്കുറവ് മൂലമാണ് നമുക്ക് ഈ ടോപ്പിക്ക് അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ കഴിയില്ല. കാര്യം വീട് തോറും കയറി ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ല ബഹുമാനപ്പെട്ട സർക്കാരും ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയും കാട്ടിക്കൂട്ടിയതെന്ന് ജനം അങ്ങനെ മറക്കില്ല. വിജയകുമാർ അല്ല കീഴടങ്ങിയിരിക്കുന്നത്, സംസ്ഥാപരാധം പറഞ്ഞ് കീഴടങ്ങിയിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണെന്ന് അങ്ങ് കരുതിക്കോളൂ.